വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കാനും കൃഷി നശിപ്പിക്കാതിരിക്കാനും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആരോപിച്ചു. മക്കളിൽ ഒരാൾക്ക് ജോലി നൽകുവാൻ സർക്കാർ തയ്യാറാകണം. കേന്ദ്ര സർക്കാരിന്റെ 10 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ നൽകേണ്ട 14 ലക്ഷം രൂപ ഉൾപ്പെടെ 24 ലക്ഷം രൂപ കുടുംബത്തിന് ലഭ്യമാക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ആ കുടുംബത്തിന് മുമ്പോട്ട് ജീവിക്കുവാനുള്ള പരിഹാരമുണ്ടാകണം. അതിലൊരാൾക്ക് ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. അവർക്ക് അർഹതപ്പെട്ടത് ഈ ഓർഡറുകൾ പ്രകാരം, ഞങ്ങൾ പറയുന്നില്ല, BJP പറയുന്നൊന്നും നോക്കണ്ട, നിലവിലുള്ള സർക്കാർ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം രൂപ അതിപ്പോൾ പ്രഖ്യാപിച്ചു. അത് കൊടുത്തത് ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ അവസാനം വരെ സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട 14 ലക്ഷം രൂപയും കൂടെ കൂട്ടി 24 ലക്ഷം രൂപ അവർക്ക് നൽകണം. അതുകൂടാതെ ആ ചെറുപ്പക്കാരന് ജോലി നൽകാനുള്ള സാമാന്യ മര്യാദയും സർക്കാർ കാണിക്കണം. കാരണം ഏതു പ്രക്ഷോഭങ്ങളും ആ ശവസംസ്കാരം കഴിയുമ്പോൾ അവസാനിക്കുമെന്ന് സർക്കാരിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാം. അതുകൊണ്ട് ഇതൊരു താളമായിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിലപാടുമായി സർക്കാർ മുമ്പോട്ട് പോയാൽ ഇത് വലിയ പ്രക്ഷോഭമായി മാറും. കുടിയേറ്റ കർഷകനെയും മലയോര ജനതയ്ക്കും വലിയ ഭീഷണിയായി നിൽക്കുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വരും. സർക്കാരിന്റെ നിലവിലുള്ള നിയമം അനുസരിച്ചുള്ള ധനസഹായം അടക്കം എല്ലാ സഹായവും സമയബന്ധിതമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാജേഷ് പറഞ്ഞു. എന്നാൽ ദൗർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനും ആഘോഷിക്കുവാനും ചിലർ ശ്രമിക്കുകയാണ്. വനനിയമങ്ങൾ നടപ്പാക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള വിവേചനത്തിന്റെ ഇരയാണ് മരണപ്പെട്ട പുരുഷോത്തമനെന്നും K രാജേഷ് ആരോപിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവത്തെയെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാനും ആഘോഷിക്കുവാനും ചില ആളുകൾ വരികയാണ്. യഥാർത്ഥത്തിൽ എന്താണ്, ഇന്ത്യ രാജ്യത്തെ വനവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനിർമ്മാണത്തിനും അതിൻ്റെ ഭേദഗതികൾക്കും എല്ലാം ഉള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് ചെയ്യുന്ന വിവേചനത്തിൻ്റെയും ക്രൂരതയുടെയും അവസാനത്തെ ഇരയാണ് ഇന്നലെ മരണപ്പെട്ട പുരുഷോത്തമൻ ചേട്ടൻ. അതാണ് വസ്തുത. ഈ നിയമങ്ങളും ആ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരവുമെല്ലാം കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമായിരിക്കെ ഇതിനെയൊക്കെ രാഷ്ട്രീയമായി ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിനെയൊക്കെ ആഘോഷിക്കപ്പെടുന്ന അത്യന്തം അപലപിക്കേണ്ട കാര്യമാണ്. 6 മാസത്തിനിടയിൽ രണ്ടാമതൊരു മരണം കൂടി സംഭവിക്കുന്നു എന്നത് ഉൾക്കൊള്ളാവുന്ന കാര്യമല്ലെന്ന് പുരുഷോത്തമന്റെ വീട്ടിലെത്തിയ മുൻ MLA കൂടിയായ CPI സംസ്ഥാന കൗൺസിൽ അംഗം ES ബിജിമോൾ പറഞ്ഞു. 2 പ്രാവശ്യവും ആക്രമിച്ചത് ഒരേ ആനയാണ് എന്നതാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അക്രമകാരിയായ മോഴയാനയെ ഇവിടെ നിന്ന് മാറ്റണം. TR&D എസ്റ്റേറ്റിലെ സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നതാണ് വന്യമൃഗങ്ങൾക്ക് വിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടണമെന്നും ബിജിമോൾ ആവശ്യപ്പെട്ടു. അവിടെ സ്ഥിരമായി ഈ 2 പ്രാവശ്യവും ഒരു ആനയാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പറിൽ നിന്നും നാട്ടുകാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആ മോഴയാനയെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആളുകളുടെ പ്രധാന ഡിമാൻഡ്. മറ്റൊന്ന്, കൃഷി ചെയ്യാതെ TR&Dയുടെ ഏതാണ്ട് 4000-ഓളം വരുന്ന തൊഴിലാളികൾ ഉണ്ടായിരുന്ന എസ്റ്റേറ്റാണ് TR&D എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം 600 ശിഷ്ടം തൊഴിലാളികൾ മാത്രമാണ് അവിടെ പണിയെടുക്കുന്നത്. അപ്പം വളരെ കുറച്ച് ഏരിയ മാത്രം കൃഷി ചെയ്യും, ബാക്കി മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊഫസർ പറഞ്ഞ പോലെ ഇവിടെ ഈ ആനയും മറ്റ് ജീവികളും കടുവയടക്കമുള്ള ജീവികൾക്ക് മുഴുവൻ യഥേഷ്ടം വിഹരിക്കാൻ കഴിയുന്ന ഒരു ആവാസ കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇടപെട്ട ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ 22 ആനകളുടെ ഒരു കൂട്ടമാണ് അവിടെ ഉള്ളത്. അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് 22 ആനയെ നമുക്ക് ഒന്നിച്ചു മാറ്റാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു അജിറ്റേറ്റീവായി നിൽക്കുന്ന ഈ ആനയെ ഷിഫ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ വേണ്ടി വരും എന്നുള്ളതാണ് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിസ്റ്റർ മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് ഓഫീസറോടും DFOയോടും ഒരു പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.